ചേട്ടാ, അങ്ങനെ നമ്മള് അന്ത്യത്തിലേക്ക് എത്തുന്നു, പോളിംഗിലേക്ക് എത്തുന്നു, കാര്യങ്ങളൊക്കെ ഉഷാറല്ലേ? കാര്യങ്ങൾ വളരെ ഉഷാറാണ്. എല്ലാ ആൾക്കാരും പുറത്തു വരുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല മുകേഷ് ചേട്ടാ, ഞങ്ങളിപ്പോ ഇവിടെ നിന്ന സമയത്ത് കൊച്ചു പിള്ളേർ പോലും അവർക്ക് ഭയങ്കര ഒരു ആവേശവും ഒരു ആർപ്പുവിളിയും ഒക്കെയാണ്. അത് ഈ സമയം അവസാനത്തിലേക്ക് എത്തുമ്പോൾ അതങ്ങ് അത്യുന്നതങ്ങളിൽ എത്തുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ട് തരത്തിലാണ് മനുഷ്യനെ അധപ്പതിപ്പിക്കുന്നത്. ആവേശം കാണുമ്പോൾ അമിത ആത്മവിശ്വാസം വരികയും ആവേശം കാണാതിരിക്കുമ്പോൾ പരാജയ ഭീതി വരികയും രണ്ടും അബദ്ധമാണ്. വിജയവും പരാജയവും ഒക്കെ ഇലക്ഷനിലുള്ളതാണ്. ജനാധിപത്യ പ്രക്രിയയല്ലേ അതൊക്കെ. MP ആയിട്ട് പോവാണെങ്കിൽ എന്തൊക്കെയാണ് മുകേഷിന്റെ പ്രതീക്ഷകളൊക്കെ? ആൾക്കാർക്ക് എന്താണ് ജീവിത സൗകര്യങ്ങൾ കൂടുതൽ, അത് ടൂറിസം ആകാം, വ്യവസായമാകാം, തൊഴിലാളി ക്ഷേമമാകാം, അല്ലാതെ ക്ഷേമ പെൻഷനുകൾക്കും എന്താണോ ഇമ്മീഡിയറ്റ് എന്താണോ കൊണ്ടുവരാൻ സാധിക്കുന്നത് അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടുക. അതാണ് എൻ്റെ തന്ത്രം. വാഗ്ദാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ഒരു നെഗറ്റീവ് ഉണ്ട്. മോഹന വാഗ്ദാനങ്ങളും കൂടെ അതിനകത്തുണ്ട്, നടക്കാത്ത വാഗ്ദാനങ്ങൾ അതിനകത്തുണ്ട്. 5 കൊല്ലം 10 കൊല്ലം ഒക്കെ ആൾക്കാർ പറ്റിക്കാം. അത് കഴിയുമ്പം ആൾക്കാർ ചോദിക്കും. ചൂടും പ്രചരണ ചൂടും ഇതൊക്കെ എങ്ങനെയാണ് താങ്ങുന്നത്? ഇയാള് സിനിമാ നടനാണ്, ഇയാള് എങ്ങനെയാണ് ഇത് താങ്ങുന്നത്? അന്നും മെയിലായിരുന്നു. പിന്നെ ഇയാൾക്ക് എന്ത് ബാക്ക്ഗ്രൗണ്ടാണുള്ളത്? രണ്ടും ആൾക്കാർക്ക് മനസ്സിലായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം അത് കണ്ടു വളർന്ന ആൾ ഞാൻ. ഇപ്പൊ രണ്ടിനെ പറ്റി ഒന്നും പറയുന്നില്ല.